കൊച്ചുകുന്ന് ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന കിടങ്ങൂർ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിനെ മറ്റൊരു ലൂർദാക്കി മാറ്റുവാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമായി ഡോക്ടർ സിസ്റ്റർ മാർസലസ് തന്റെ ശുശ്രൂഷകൾ തുടരുന്നു. ഈ ഹോസ്പിറ്റലിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസർ കൂടിയായ സിസ്റ്റർ ആതുര സേവനത്തിലൂടെ ലഭിക്കുന്ന ദൈവാനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. സിസ്റ്ററിന്റെ ശുശ്രൂഷാ ജീവിതത്തിലെ കൂടുതൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. പലതരത്തിലുള്ള പേഷ്യൻസ് പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായാണല്ലോ സിസ്റ്ററിനെ സമീപിക്കുന്നത്. ഇവരോടൊക്കെയുള്ള പൊതുവായുള്ള സമീപനം എങ്ങനെയാണ് സിസ്റ്ററിൻ്റെത്? ഞാൻ സിസ്റ്റേഴ്സ് ഓഫ് ദ വിസിറ്റേഷൻ ഓഫ് ദ ബ്ലസഡ് വെർജിൻ മേരി, അതല്ലേ, അത് മാതാവിന്റെ സഭയിൽപ്പെട്ടയാളാണ്. അപ്പം അതിന്റെ സ്പിരിറ്റ് തന്നെ വിസിറ്റേഷന്, അതായത് പരിശുദ്ധ അമ്മ ഏലീശാമയെ സന്ദർശിച്ച സന്ദർശനത്തിന്റെ അരൂപ്യ, അതായത് മോസ്റ്റ് സെൻസിറ്റിവിറ്റിയോടുകൂടി മറ്റുള്ളവരുടെ കാര്യത്തിൽ സഹായിക്കാൻ. അങ്ങനെ ആവശ്യമുള്ള മേരി മാർസലസ് എന്നാണ് എന്റെ പേര്. മേരി. ഞാൻ ജനിച്ചത് മെയ് മാസത്തില്. എന്നെ കർത്താവ് കൊണ്ടുവന്നാക്കിയത് വിസിറ്റേഷൻ സഭയില്. അതുപോലെ ഇപ്പം വർക്ക് ചെയ്യുന്നതും ലിറ്റിൽ ലൂർദ് ഹോസ്പിറ്റൽ. അങ്ങനെ അപ്പൊ അത് വെച്ച് എനിക്ക് എപ്പോഴും മാതാവിന്റെ വലിയ മാധ്യസ്ഥ എപ്പോഴും എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അമ്മ, ഞാൻ ഈ വിദേശത്തായിരുന്നപ്പോ അമ്മ പ്രത്യക്ഷപ്പെട്ട മിക്ക ഫേമസ് സ്ഥലത്തും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ലൂർദ്, ഫാത്തിമ, മജൂറിയെ, വിഷ്ണുറിസിന്റെ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാശുരോ മാതാവ്, ബന്തിങ്ങ മാതാവ്, അത് അയൽസുവഡിലാണ്, ഇംഗ്ലണ്ടില്. മറ്റേ ഫ്രാൻസിലാണ് കാശുരോ മാതാവ്. അതിന് ഒത്തിരി ഗ്രോട്ടോസ് ഒക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് അയർലൻഡിലെ നോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. വേളാങ്കണ്ണി ഇവിടെ വന്ന് എന്ത് പിക്നിക് ചെയ്താലും ഒരു ഗ്രോട്ടോ എവിടെയെങ്കിലും കാണും. അങ്ങനെയാണ്. അപ്പൊ ആ ഗ്രോട്ടോയാണ് എൻ്റെ വലിയ ഫാസിനേഷൻ. അപ്പോൾ ഈ ലൂർദ് മാതാവിന്റെ ഒരു വലിയ ഭക്തി എനിക്ക് ഈ എൻ്റെ പ്രവർത്തനത്തിലൂടെയും എൻ്റെ ജീവിതത്തിലൂടെയും എൻ്റെ പേരൻസിലൂടെയും ഒക്കെ കിട്ടി. അപ്പൊ ഈ ദിവ്യകാരുണ്യ ഭക്തിയും മാതൃഭക്തിയും തിരുഹൃദയ ഭക്തിയും എല്ലാം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ പ്രൊഫഷൻ. കാരണം വിസിറ്റേഷൻ സഭയുടെ സ്പിരിറ്റ് എന്നാ, എലീശോമയെ പരിശുദ്ധ അമ്മ സന്ദർശിക്കുന്നു, ഗർഭിണിയെ സന്ദർശിക്കുന്നു. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് സന്ദർശിക്കുമ്പോൾ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു, പ്രവചിക്കുന്നു, നീ കർത്താവിന്റെ അമ്മയാണെന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് എപ്പോഴും എൻ്റെ ഒ പിയിലിരിക്കുമ്പോൾ തോന്നുന്നത്. ഞാൻ ഒരു ഗർഭിണിയെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ചിന്തയാണ് വരുന്നത്. ബിബ്ലിക്കൽ പിക്ചർ എൻ്റെ മുമ്പിൽ. പരിശുദ്ധ അമ്മ എങ്ങനെ എലീശാമ്മയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അതുപോലെ ഞാൻ കൊടുക്കും. അതുപോലെ ഗർഭസ്ഥ ശിശുവിന് തുള്ളിച്ചാടാനുള്ള ആനന്ദം ഞാൻ കൊടുക്കും. എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു കൊടുക്കാൻ എന്നുള്ള ആ ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് സന്തോഷം തരുന്നു. ഒരു കുഞ്ഞിന്റെ വ്യക്തിത്വ വികാസത്തിന്റെ 70% ഗർഭാവസ്ഥയിൽ വെച്ച് നടക്കുന്നതിനാൽ ആ കുഞ്ഞിനെ വിശുദ്ധീകരിക്കേണ്ടത് തന്റെ കടമയാണെന്ന് സിസ്റ്റർ ഓർക്കുന്നു. അതിനായി ഗർഭിണികൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സിസ്റ്റർ കരുതുന്നു. ഇതിലൂടെ അമ്മമാർ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ലോകത്ത് ഒരു ശക്തിക്കും നൽകാൻ കഴിയാത്തതാണ്. ഗർഭിണികളായ അമ്മമാർ അറിയേണ്ട കാര്യങ്ങൾ ലഘുലേഖാ വിതരണത്തിലൂടെ സാധ്യതമാക്കുമ്പോൾ സുവിശേഷം നൽകപ്പെടുകയാണിവിടെ. സ്ത്രീ ശരീരം എന്ന് പറയുന്നത് ഒരു ദേവാലയമാണെങ്കിൽ അതിലെ സക്രാരിയാണ് ഗർഭപാത്രം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ ഗർഭിണികളെ ഞാൻ പരിശോധിക്കുമ്പോൾ എപ്പോഴും ഒരു കുരിശ് വരച്ചേച്ച് ഞാൻ പരിശോധിക്കുള്ളൂ. കാരണം ആ ശരീരം പരിശുദ്ധമാണ്, ആ ശരീരം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ആ അകത്ത് കിടക്കുന്ന കൊച്ച് വിശുദ്ധിയുള്ള കൊച്ചാണ്, ദൈവത്തിന്റെ കൊച്ചാണ്. ഉദരഫലം ദൈവത്തിന്റെ ദാനം, മക്കൾ ദൈവത്തിന്റെ സമ്മാനം. അപ്പൊ ഇതെല്ലാം ഒന്ന് ഓർത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു ഭയങ്കര ദൈവാനുഭവം എൻ്റെ ഒ പിയിൽ ഇരിക്കുന്നതാണ്. എൻ്റെ ഒ പിയിൽ കാണുന്ന മൂന്ന് തരം ഗ്രൂപ്പുണ്ട്. ഒന്ന് ഗർഭിണിയായവർ, 2 ഗർഭിണി അല്ലാത്തവർ, അതായത് 5 വർഷം 10 വർഷം 12 വർഷമായിട്ടും പിള്ളേരില്ലേ ഇല്ലേ എന്ന് പറഞ്ഞ് കരയുന്നവർ.
അയ്യോ ഇനി എന്നാ ചെയ്യുന്നത് അങ്ങനെ. പിന്നെ വലിയ സങ്കടം തന്നെയാണ്, വലിയ സങ്കടമാണ്. അയ്യോ അവരുടെ ദുഃഖം ഭയങ്കര. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ റിവാർഡിങ്ങാണ് എനിക്ക്. ഞാൻ അവരെ റിലാക്സ് ചെയ്യിപ്പിക്കും. അപ്പൊ എൻ്റെ അടുത്തുനിന്ന് പോകുന്ന പിന്നെ വന്ധ്യത അനുഭവിക്കുന്ന മനുഷ്യര് വളരെ റിലാക്സ്ഡാണ്. ഞാൻ പറയാം, നിങ്ങൾക്ക് കിട്ടും. പലപ്പോഴും അല്ലേ ചില ഡോക്ടർമാർ നെഗറ്റീവ് അടിക്കും. ആദ്യം നല്ലപോലെ പഠിക്കുന്ന ഡോക്ടേഴ്സൊക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് ഈ ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യാൻ അറിയത്തില്ല. ബാഡ് ന്യൂസ് വല്ലാതെ ഒക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന അവർ പറയും അണ്ടം വലുതാകുന്നില്ല, അതുകൊണ്ട് ഇനി തവണ കിട്ടത്തില്ല. അത് പറയുമ്പോഴേ ഇവർ വിചാരിക്കുന്ന ജീവിതകാലം മുഴുവൻ എനിക്ക് യോജന ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ അടിച്ചു കയറി വരുന്ന ആളുകളൊക്കെ നല്ല പോസിറ്റീവായിട്ട് പോകും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ നമ്മുടെ ആരുടെ ഒന്നുമല്ല. അങ്ങനെ ഞാൻ കൗൺസിലിംഗ് നല്ലപോലെ ഈ രോഗികൾക്ക് കൊടുക്കും. ഈ ഗർഭിണികൾക്കാണെങ്കിലും ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യമൊക്കെ വരച്ചും പിടിച്ചും ഒക്കെ ഞാൻ കൊടുക്കും. ഈ ബ്രെയിനിലെ ടീപ്പർ കാർഡാണ് എല്ലാം ഒപ്പം. നിങ്ങൾക്ക് നല്ല കുഞ്ഞിനെ വേണോ, വിശുദ്ധനെ വേണോ, മഹാനെ വേണോ, നിങ്ങളിപ്പം ഇച്ചിരി ത്യാഗം ചെയ്തു. ഇപ്പം ഈ 9 മാസം ത്യാഗം ചെയ്ത് ടി വിയിലെ വയലൻസ്, സെക്സ്, ഇതിൻ്റെയൊക്കെ മൂവീസ്, പ്രോഗ്രാംസ് ഒന്നും അമ്മ കാണരുതെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞു. അപ്പോൾ നല്ല മ്യൂസിക് കേൾക്കണം, നല്ലപോലെ പ്രാർത്ഥിക്കണം, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ചേർച്ച വേണമെന്ന് പറയും. കാരണം എന്നാന്ന് വെച്ചാൽ കൊച്ചിന് ശരീരവും മനസ്സും ആത്മാവും ഉണ്ട്. ശരീരത്തിന് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാം. അതാണെങ്കിലും അപ്പനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷിക്കുവാണെങ്കിൽ അത് വിഷമായി മാറില്ല. 91 സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ അങ്ങനെ. അപ്പോൾ ഞാൻ ഇവരോട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, കൃപ കിട്ടും. അപ്പോൾ അത് കൊച്ചിന് രോഗം ഉണ്ടാക്കത്തില്ല. ഞാൻ പറയും, ഫുൾ ബൈബിള് നിങ്ങൾ പ്രഗ്നൻസി കാലഘട്ടത്തിൽ വായിക്കാമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് ഒരു കുഴപ്പം കൂടാതെ കിട്ടും. കാരണം എന്നാന്ന് വെച്ചാൽ ആ കുഞ്ഞിന് ബേസിക് റൂട്ടിൽ വചനം ചെന്ന് കഴിഞ്ഞു. എത്ര കലുഷിതമായ ലോകത്താണേലും ആ കുഞ്ഞ് വീഴില്ല. ആ കുഞ്ഞ് ഈ ദൈവത്തിൽ ഉറച്ചു നിന്നോളും. കാരണം ഫുൾ ബൈബിള് അമ്മ വായിച്ചു കഴിഞ്ഞു, കൊച്ചിനത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ ലേബർ റൂമിൽ ചിലപ്പോഴൊക്കെ വലിയ ക്രൈസിസ് ഒക്കെ അനുഭവിക്കേണ്ട വന്നിട്ടുണ്ടാവുമല്ലോ. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന സമയം ഉണ്ടാകും. അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു പ്രശ്നത്തെ ഒന്ന് തരണം ചെയ്യാനായിട്ട്? പ്രശ്നം എന്ന് പറഞ്ഞാൽ ആധുനിക യുഗത്തിലെ യുവതികളെ ഗർഭിണികളാകുമ്പം അവര് തിയറിയൊക്കെ അറിയാൻ കരയരുത് എന്നൊക്കെ, പക്ഷെ ലേബർ റൂമിൽ കയറി ഒരു കുഞ്ഞു വേദന തുടങ്ങുമ്പോഴേ കരയാൻ തുടങ്ങും. സിസ്റ്ററെ സിസേറിയൻ ചെയ്യാവോ ചോദിക്കും. വേദന സഹിക്കാൻ. അപ്പൊ അങ്ങനെ ഉള്ള കുറെ പേരെ കാണാം. എന്നാൽ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷെ അല്ലാത്തവരും ഇപ്പം നല്ല സ്നേഹമുള്ള ദമ്പതികളാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ല, പ്രാർത്ഥനയൊന്നും ഇല്ലാത്തതാണെങ്കിൽ മിക്കവാറും ഒക്കെ തൊട്ടാൻ വേദന. അത് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ആ കുടുംബ പ്രശ്നങ്ങളുള്ള ദമ്പതിമാരെ പ്രകടമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അന്നേരം ഞാൻ പിന്നെ അവിടെ ചെന്ന് നിന്ന് ഞാൻ പറയും, മോളെ വിഷമിക്കണ്ട, ഈ വേദന ദുഃഖ വെള്ളിയാഴ്ചത്തെ വേദന പോലെയാ, ഉയർപ്പ് ഞായറുണ്ടെന്ന് ഓർത്തോണം. ഒരു കൊച്ചിന് വേണ്ടിയാണ് ഈ വേദന. അവിടെയും വചനപ്രഘോഷണം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും എനിക്ക് എൻ്റെ വാർഡിൽ കാണാം കാൽവരി, കാലിത്തൊഴുത്തോട്ട് കാൽവരി വരെ കാണാം. ചിലപ്പോൾ ജനനം വരുമ്പോൾ എല്ലാം കൂടെ ആർത്തട്ട് സന്തോഷിച്ച് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി പറയുന്നു. കാൽവരി ചിലപ്പോൾ കൊച്ചകത്ത് മരിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നമോ ഉണ്ടാകുക, അബ്നോർമൽ ബേബിയോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ദുഃഖം, അങ്ങനെ പിന്നെ മരണത്തിൻ്റെ ദുഃഖം, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. എല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ ബിബ്ലിക്കലായിട്ടുള്ള എല്ലാ സംഭവവും നമ്മുടെ പ്രാക്ടീസിൽ കാണാൻ പറ്റും. അതാണ് എനിക്ക് ദൈവാനുഭവം. എന്നിട്ട് ഇപ്പം ലേബർ റൂമിൽ വരുമ്പോൾ ഞാൻ എല്ലാ സ്റ്റാഫിനോടും ഒന്ന് തൊട്ട് നിൽക്കും. നിങ്ങളുടെ ചേച്ചി അല്ലെ പരിശുദ്ധി അമ്മയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. പേഷ്യന്റിനെ തൊട്ട് നിൽക്കാൻ പറയും. കാരണം നമുക്ക് സ്നേഹം ഉണ്ടല്ലേ ഒരാളെ തൊടാൻ പറ്റും. ഒന്ന് തൊട്ട് അവരെ ചേച്ചി അല്ലെ അനിയച്ചി പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് എന്നൊന്ന് ഒരു ഫീലിംഗ് കൊടുക്കാമെങ്കിൽ തന്നെ വലിയ ആശ്വാസം. പിന്നെ ഞാനൊന്ന് പ്രാർത്ഥിക്കും. ഒന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ധൈര്യം കൊടുക്കും. പരിശുദ്ധ അമ്മയും പിതാവും സകല വിശുദ്ധരും ഈശോയും എല്ലാം കൂടെയുണ്ട്. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ, അത് സ്വർഗം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ആ വേദനയിലേക്ക് ശ്രദ്ധിക്കാതെ
പിന്നെ കൂടുതലും ദൈവത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരാൻ പോകും, ഞാനൊരു അമ്മയാകാൻ പോകും. ഭർത്താവിനെ കയറ്റുവോ ലേബർ റൂമിൽ? തീർച്ചയായിട്ടും കയറ്റും. ഞാൻ 22 വർഷമായി ഏതേലും ഭർത്താവ് ചോദിക്കുക എന്നെ ലേബർ റൂമിൽ കയറ്റാമെന്ന് ചോദിച്ചാൽ കയറ്റിയിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയും, അവരെ കൗൺസിലിംഗ് നടത്തും. ഒരു വേദന വരുമ്പോഴത്തേക്ക് ഭർത്താവ് ഉരുണ്ട് താഴെ പോയെങ്കിൽ പിന്നെ പിടിക്കാൻ പോകണ്ടേ ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിലേ കയറാവുള്ളൂ. പക്ഷേ ഞാൻ ധൈര്യപ്പെടുത്തും. കാരണം എന്നാന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ലൈഫിൽ അവളുടെ കൂടെയായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ കുഞ്ഞ് ആദ്യമായിട്ട് ജനിക്കുമ്പം നിങ്ങൾ എന്തിനാ അകന്ന് നിൽക്കുന്നത്? ആദ്യം കാണേണ്ടത് അപ്പൻ തന്നെയാണ്, ഡോക്ടറും അല്ല, അപ്പനാ കാണേണ്ടത് കുഞ്ഞിന്. നമ്മളൊരു ധൈര്യം കൊടുക്കാമെങ്കിൽ നമ്മളെ ഒരു ധൈര്യം കൊടുത്ത് പോസിറ്റീവ് ആയിക്കേ. എന്തിനാ നെഗറ്റീവ് അടിക്കുന്നത്? ചിന്തിച്ച് നോക്ക്, നാളെ ഈ സമയത്ത് കൊച്ചുമായിട്ട് കിടക്കും, പിന്നെ നീ എന്തിനാ ഇപ്പം കിടന്ന് കരയുന്നത്? നിങ്ങൾക്ക് നാണക്കേട് വരില്ലേ? വെറുതെ ഇടേണ്ടി വരും കേട്ടോ. മ്യൂസിക് തെറാപ്പി ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. കയറി വരുമ്പോഴേ തന്നെ ഞങ്ങളൊന്ന് പ്രാർത്ഥിപ്പിച്ചേ ഉള്ളൂ ഇവളുടെ ശുശ്രൂഷ തുടങ്ങുകയുള്ളൂ. അത് ചാപ്പലിൽ പോകേണ്ടവർ ചാപ്പലിൽ പോകും, അല്ലെ അകത്ത് കയറി വരുന്നവർ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. സ്റ്റാഫും എല്ലാം അറിയാം, സ്റ്റാഫിനറിയാം ഇവിടുത്തെ റൂട്ടീൻ. ചിലപ്പോൾ പെയിൻ വന്നിട്ടും ഡയലേറ്റ് ചെയ്യുന്നില്ല, എന്നാൽ നോർമലായിട്ടുള്ള സൈസൊക്കെയാണ്, പ്രസവിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നതിന് ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അലമുറയിട്ട് കരയുന്ന മിണ്ടരുത് കേട്ടോ, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടും. അതേത് പാട്ടാണ്? അതൊന്ന് കേൾക്കാനൊരു താല്പര്യം. കുരിശിൽ നിന്നു ഞാനീ സ്വരം കേട്ടു, ഇതാണു നിന്റെ അമ്മ, പ്രാണപീഡയാൽ പിടയുന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി. കാനായിൽ വന്ന പോലെ മകളിൽ നീ ഇന്നു കടന്നു വന്നിടണേ, ഇവളുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പുത്രനോടൊന്നു ചൊല്ലിടണേ. അമ്മേ 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 അമ്മേ, കുരിശിൽ നിന്നു ഞാനീ സ്വരം കേട്ടു, ഇതാണു നിന്റെ അമ്മ. അതൊരു അത്ഭുത പ്രാർത്ഥന തന്നെയാണ്. 1 മണിക്കൂർ കഴിയുമ്പോൾ പ്രസവിച്ചിരിക്കും. സിസ്റ്ററിന്റെ സഹപ്രവർത്തകയും ലേബർ റൂം ഹെഡുമായ സിസ്റ്റർ സോമിനി ലേബർ റൂമിലുള്ള സിസ്റ്ററിന്റെ സേവനത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഡോക്ടർ സിസ്റ്റർ മർസ്ലൂസിൻ്റെ കൂട്ടത്തിൽ ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്ററാണ്. വളരെയധികം സന്തോഷമാണ് സിസ്റ്ററിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നതിൽ. സിസ്റ്റർ ഞങ്ങളുടെ ലേബർ റൂമിനെ പറ്റി പറയുന്നത്, പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ പ്രസവിച്ച ബെത്ലഹേമാണ് നമ്മുടെ ലേബർ റൂം എന്നാണ്. വളരെ സന്തോഷത്തോടെയാണ് പേഷ്യൻസിനെ സിസ്റ്റർ സ്വീകരിക്കാനായിട്ട് ഞങ്ങളെ ഒരുക്കുക. പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ പ്രസവിക്കാൻ വന്ന ആ തീഷ്ണതയോടെ ഞങ്ങൾ പേഷ്യൻസിനെ സ്വീകരിക്കണമെന്നാണ് സിസ്റ്റർ ഞങ്ങളോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ പോയി പേഷ്യൻസിനെ കൂട്ടത്തിൽ ഒരാൾ പോയി, സ്റ്റാഫ് ആരെങ്കിലും ഒരാൾ പോയി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞിട്ട് ലേബർ റൂമിൽ വന്ന് പേഷ്യൻറ്റിന് വേണ്ടത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് എന്താണോ കൊടുത്തത് അത് ലേബർ റൂമിൽ കിടത്തി പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ലേബർ റൂമിൽ ഭക്തഗാനങ്ങൾ ഇടാറുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ ലേബർ റൂമിൽ കയറ്റി കഴിയുമ്പോഴത്തേന് വെഞ്ചിരിച്ച കൊന്തയുണ്ട് ഞങ്ങളുടെ ലേബർ റൂമിൽ. അത് കൊന്ത അവരുടെ കയ്യിൽ കൊടുക്കും. അതുപോലെ തന്നെ ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കും. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും പേഷ്യൻറ്റിൻ്റെ അരിക്കൽ ഒരു സ്റ്റാഫ് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. പ്രസവ സമയത്താണെങ്കിൽ തന്നെ സിസ്റ്റർ മറ്റ് വർത്തമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയല്ല, പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലാണ് കുഞ്ഞിനെ എടുക്കുക. കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ഞിൻ്റെ ശുശ്രൂഷ ലേബർ റൂമിൽ വെച്ചുള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ദിവ്യകാരുണ്യ ചാപ്പലുണ്ട്. അവിടെ ചാപ്പലിൽ സിസ്റ്ററിന് പോകാൻ പറ്റുമെങ്കിൽ സിസ്റ്റർ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഈ മദറിൻ്റെ റിലേറ്റീവ്സിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ ചെന്ന് കുഞ്ഞിനെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്.
അത് കഴിഞ്ഞാണ് അവരുടെ കയ്യിൽ വെച്ച് അവർ പ്രാർത്ഥിക്കും. അതൊക്കെ അവർക്ക് വലിയ സന്തോഷമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും സ്വീകരിക്കപ്പെടുന്ന ഓരോ കുഞ്ഞും ആദ്യമായി സമർപ്പിക്കപ്പെടേണ്ടത് ദൈവകരങ്ങളിൽ തന്നെയാണ്. ദൈവസന്നിധിയിൽ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് പ്രിയപ്പെട്ടവർക്ക് കൈമാറുക. ദൈവകൃപ ലഭിക്കുവാനുള്ള അവസരമായി ഇത് മാറുമ്പോൾ ആരുടെ ഹൃദയമാണ് സന്തോഷിക്കാതിരിക്കുക? സിസ്റ്ററിൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് ഗർഭിണികളായിട്ടുള്ളവർ വരും, പിന്നെ അതിന് സാധ്യത കുറഞ്ഞ ആൾക്കാർ വരും, പിന്നെ കിട്ടിയിട്ട് വേണ്ടാന്ന് വെക്കുന്നവരും വരാറുണ്ടല്ലോ. അങ്ങനെയുള്ളവരെ സിസ്റ്റർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എൻ്റെ അടുത്ത് വരുന്നത് മിക്കവാറും അബ്നോർമൽ ബേബി ഉള്ളവരോ അല്ലെ അബ്നോർമൽ ബേബിയാണെന്ന സസ്പിഷൻ അൾട്രാസൗണ്ട് സ്കാനിൽ വന്നു, അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ കളയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള വരുന്നത്. അല്ല സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് മൂന്നാമത്തെ കൊച്ചാ ഇനി ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെയും ചിലർ വരും. ചിലർ പറയും ആദ്യത്തെ കൊച്ചിനും 6 മാസമേ ആയുള്ളൂ, ഇനിയിപ്പോൾ ശരിയാവില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരും. അപ്പം ഇങ്ങനെ വരുന്നവർക്ക് ശരിക്കും കൗൺസിലിംഗ് കൊടുക്കണം. കാരണം മനുഷ്യ ജീവനാണിത്. ഒരു മതവും ശാസ്ത്രവും ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് ഫെർട്ടിലൈസേഷനിലൂടെ. ആ ഫെർട്ടിലൈസ്ഡ് ഓം ആകുന്ന ആ സ്റ്റേജ് തൊട്ട് ഇത് മനുഷ്യക്കുഞ്ഞ്. അപ്പോൾ ഭ്രൂണം മനുഷ്യനാണ്. അപ്പം ഈ ഭ്രൂണത്തെ അങ്ങ് എടുത്തു കളഞ്ഞവർ ഒന്നും ആയില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവർക്ക് അറിയത്തില്ല ഭ്രൂണം മനുഷ്യനാണെന്നുള്ളത്. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കും, പടമൊക്കെ കാണിച്ചു കൊടുക്കും. ഈ ഫെർട്ടിലൈസ്ഡ് ഓവത്തിനകത്തല്ലേ ഒരു 100 120 വയസ്സ് വരെ ജീവിക്കാനുള്ള സകല മനുഷ്യൻ്റെയും റോ മെറ്റീരിയലുണ്ട് ഒരു ചെറിയ സെല്ലിനകത്ത്. അപ്പോൾ അത് എത്രയ്ക്ക് പ്രഷ്യസാണ്, ദൈവത്തിൻ്റെ വലിയ ഒരു ജ്ഞാനം അതിനകത്ത്. അങ്ങനെ ഒരു ഫെർട്ടിലൈസ്ഡ് ഓവൻ. അപ്പോൾ അതിനെ എടുത്തു കളയാൻ പറ്റില്ല. അത് എടുത്തു കളഞ്ഞാൽ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നിന്ദയാണ്. ദൈവം സമ്മാനമായി തരികയാണ് കുഞ്ഞിനെ. അത് ആ സമ്മാനം മുഖത്തേക്ക് വലിച്ചെറിയുന്ന പോലെ. അതുപോലെ തന്നെ ഒരിക്കലും നമുക്കാർക്കും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒരു ഡോക്ടറിനും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ദൈവം തരുന്നതിനെ മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് ഡോക്ടേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞിനെ കളഞ്ഞാൽ ഇനിയും ഒരിക്കലും കിട്ടിയില്ലെന്ന് പറയും. പിന്നെ ഒരമ്മയാകണമെന്ന് കുതിച്ച് നടന്ന് ഒരിക്കലും അമ്മയാകാൻ പറ്റാതിരുന്ന കുറേ ആളുകളെ ഞാൻ അയർലൻഡിലും ഇംഗ്ലണ്ടിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ചില ഡോക്ടർമാർ പറയും അൾട്രാസൗണ്ട് സ്കാനിൽ തലയില്ലാത്ത കൊച്ചെന്നോ അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്, അതായത് നട്ടല് ശരിയല്ല അല്ലെങ്കിൽ ബ്രെയിൻ ശരിയല്ല, മന്ദബുദ്ധിയാകും എന്നൊക്കെ പറയും. അങ്ങനത്തെ കുറേ അബ്നോർമാലിറ്റീസ് ഉണ്ട്. അതൊരു 17-18 ആഴ്ചയൊക്കെ നമ്മൾ ചെയ്യുന്ന അനോമലി സ്കാൻ. അതിനുശേഷം പറയും അബ്നോർമാലിറ്റി ഉണ്ട്, അത് ഞങ്ങൾ കളഞ്ഞേക്കുന്നു. പൊതുവെ ഡോക്ടേഴ്സിൻ്റെ ഒരു ട്രെൻഡ് എന്നാന്ന് വെച്ചാൽ അതങ്ങ് കളഞ്ഞേരെ, ഈ സൊസൈറ്റിക്ക് പ്രശ്നമുള്ള സാധനത്തിന് എന്തിനാ ഈ അമ്മ പ്രസവിക്കുന്നത്, ഇതങ്ങ് തീരുമല്ലോ എന്നാ വിചാരിക്കും. പക്ഷേ ഇവരറിയുന്നില്ല ഇതിനെ നുള്ളിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇവർക്ക് കൊച്ചുണ്ടായില്ലെന്ന് വരും. പിന്നെ ഉണ്ടാകുന്ന അതിലും വലിയ അബ്നോർമൽ ബേബി ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ തന്നെ ശാപം പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്ത് തിന്മ കണ്ടാലും ഉടനെ പറയും ഞാൻ കൊച്ചിനെ അബോർട്ട് ചെയ്തു. അതാണോ സിസ്റ്റർ? കുറ്റബോധത്തിന്റെ അടിമയാകുക ഈ അമ്മ. കാരണം ഒരമ്മയിൽ നിന്ന് ഒരു കുഞ്ഞിനെ എൻ്റെ സ്മരണ എടുത്തു കളയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ശക്തമായ ഒരു അമ്മയും കുഞ്ഞും നമ്മളുടെ ബന്ധം. അത് അബ്നോർമലാണെന്നും പറഞ്ഞ് എടുത്തു കളയാം. ഞാൻ ചോദിക്കും, ഈ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞ് ഇതിൻ്റെ കാലോ കയ്യോ മറ്റേതെല്ലാം വെട്ടിക്കളയേണ്ട രോഗം വന്നാൽ നിങ്ങൾ വെട്ടിക്കളയാം, എന്നാലും അതിനെ കൊല്ലുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലാതെ അതിനെ മാക്സിമം വളർത്തി അതിൻ്റെ അനക്കമൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്ത് ഒരമ്മയാകാനുള്ള എല്ലാ ഇതും തന്നല്ലോ ദൈവം. എന്നിട്ട് പിന്നെ അതിനെ പ്രസവിച്ച് കഴിഞ്ഞ് അതിനെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട്. കറക്ഷൻ, അതായത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണെങ്കിൽ അത് സർജറി വെച്ച് തന്നെ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് നടത്താൻ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ല, പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ട്. അതും വളരെ റെയർ ആണ്, അബോർഷനൊക്കെ സാധ്യത കൂടുതലൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും പ്രസവിച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന കൊച്ചിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പീഡിയാട്രിക് സർജനൊക്കെ ഒത്തിരി കാര്യം, കാർഡിയോളജിസ്റ്റിനൊക്കെ ഒത്തിരി ചെയ്യാൻ പറ്റും.
എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പലരെയും കണ്ടിട്ട് ഇങ്ങനെ ഉപദേശം പറഞ്ഞ് എടുത്തു വരുമ്പം കൊച്ചുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവരുമുണ്ട്. പിന്നെ റിയലായിട്ട് അബ്നോർമാലിറ്റി ഉള്ളവരുമുണ്ട്. പക്ഷേ ഈ റിയലായിട്ട് അബ്നോർമാലിറ്റി ഉള്ളവരുടെ പോലും ഞാൻ കളയത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇവർ ഈ കൊച്ചിനെ വളർത്തുന്നതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് അവർക്കുണ്ട്. കൊച്ചനങ്ങുന്നു, കിക്ക് ചെയ്യുന്നു, അതൊക്കെ. പിന്നെ പിന്നീട് ഇനി കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. എന്നിട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4 ദിവസം ജീവിച്ച ആ കൊച്ചിൻ്റെ കണ്ണ് കണ്ടു, കാത് കണ്ടു, ചിരി കണ്ടു, അല്ലെ കൈ കണ്ടു, അതിൻ്റെ അവയവങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ ഇവർക്ക്. അത് കഴിഞ്ഞ് മരിച്ചോട്ടെ, അതിനെ കൊണ്ടുപോയി നമുക്ക് ആഘോഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടക്കാമല്ലോ. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു മാതൃത്വത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ ഈ 20 ആഴ്ചത്തെ ഒരു ത്യാഗം ആവശ്യമാണ്. ഈ 20 ആഴ്ച ത്യാഗം ചെയ്യാൻ വരാത്തത് കൊണ്ട് അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു കുറ്റബോധം. ഓരോ അമ്മയുടെയും ഉദരത്തിൽ വളരുന്നത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഗർഭാവസ്ഥയിൽ വെച്ച് കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഇവരിലൂടെ കടന്നുവരുന്ന അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുകയാണ് നാം ചെയ്യുന്നത്. ഉദരഫലം കർത്താവിന്റെ സമ്മാനവും മക്കൾ ദൈവത്തിന്റെ ദാനവുമാകയാൽ ഇവരെ സംരക്ഷിക്കുന്നതും വളർത്തുന്നതും ദൈവത്തിന് പ്രീതികരമാണെന്നുകൂടി നാം ഓർക്കണം. ഒരു കുഞ്ഞിന്റെ ജന്മം മനുഷ്യവർഗത്തിന്റെ വളർച്ചയ്ക്കായി ദൈവം നൽകിയതാണെന്ന തിരിച്ചറിവ് അവരെ സംരക്ഷിക്കുവാൻ നമുക്കിടയാവട്ടെ. പ്രോ ലൈഫിന്റെ പ്രവർത്തനവും ഒക്കെ ആയിട്ട് സിസ്റ്ററിന് ഇതുമായിട്ടൊക്കെ ഒത്തിരി ബന്ധങ്ങളുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? പ്രോ ലൈഫ് സമിതിയിൽ അംഗമായിരുന്നു ഞാൻ. പിന്നെ അവിടെ തന്നെയാണ് ഇങ്ങനെ കൂടുതൽ പിള്ളേരുള്ളവരെ നമുക്ക് ആദരിക്കണം എന്നുള്ള ആശയമൊക്കെ വന്ന് അങ്ങനെ കൂടുതൽ പേരെ ഇപ്പം കേരളത്തിൽ ഓൾ ഓവർ ദ കേരള 5000-ൽ പരം ആളുകളെ കിട്ടി. 4 അതിലധികമോ പിള്ളേർ. അവരെല്ലാം പൊന്നാട് കൊടുത്തോ സ്വർണം കൊടുത്തോ ഒക്കെ ആദരിച്ചു, എല്ലാ ഡയസസും. അപ്പം അതൊക്കെ ഞങ്ങളുടെ പ്രോ ലൈഫ് സമിതിയുടെ ഒരു വലിയ നേട്ടം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പം അത് വെച്ച് ഞാൻ എൻ്റെ ഒപ്പിയിലൊക്കെ ഇങ്ങനെ പ്രോ ലൈഫ് ഇതാണ് പറയുന്നത്, 2 കൊണ്ട് കട്ട് ചെയ്ത് കളയരുത്, ദൈവം തന്ന കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങളെ വളർത്ത്. നിങ്ങൾക്ക് പണം കിട്ടുന്നത് കുഞ്ഞുങ്ങളെ വളർത്താനാണ്, അല്ലാതെ നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ട് ഇടാനല്ല എന്നൊക്കെ പറയുമ്പം പിന്നെയും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ. പിന്നെ ട്യൂബ് കട്ട് ചെയ്യുന്നവർ കട്ട് ചെയ്തിട്ട് ഇവർ ധ്യാനം കൂടുവോ, അല്ലെങ്കിൽ പിന്നീട് അവർക്ക് ബോധ്യമായി മൂത്ത കൊച്ചു പറയുന്ന ഒരു കൊച്ചുകൂടെ വേണം, അല്ലെങ്കിൽ ഒരെണ്ണം മരിച്ചുപോയി, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒത്തിരിയുണ്ട്. അവർ റീകാനലൈസേഷൻ. അപ്പൊ ആ ട്യൂബ് തിരിച്ചു കെട്ടിത്തരാമെന്ന് ചോദിച്ചു വരും. അപ്പൊ ഏതായാലും എൻ്റെ അടുത്ത് മിക്കവാറും ഇങ്ങനെ ഒത്തിരി പേര് വരും. അത് പ്രത്യേകിച്ച് ഈ പ്രോ ലൈഫ് സമിതിയാണ് അത് പ്രചരിപ്പിച്ചത്. അപ്പോൾ ട്യൂബ് തിരിച്ചു കെട്ടി. അപ്പോൾ ഒരു കൊല്ലത്ത് റാണി എന്ന് പറഞ്ഞ അവൾക്ക് ട്യൂബ് തിരിച്ചു കെട്ടിയിട്ട് ഒരാണും ഒരു പെണ്ണും ഉണ്ട്. സിസ്റ്ററിന്റെ ഈ സമർപ്പിത ജീവിതത്തിനിടയിൽ എന്തെങ്കിലും ക്രൈസിസ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? നാച്ചുറലി സ്വാഭാവികമായിട്ട് നമുക്ക് കുറേയൊക്കെ സംശയങ്ങളും ഇതൊക്കെ വരും. ആദ്യം നമ്മൾ മടത്തിച്ചേരാൻ വരുമ്പോഴേ എനിക്കിത് പറ്റുമോ, അവസാനം വരെ നിലനിൽക്കാൻ പറ്റുമോ, ഇതാണോ എൻ്റെ വിളി, ഇതിലേക്കാണോ എൻ്റെ വിളി എന്നാന്ന്, അങ്ങനെയൊക്കെയല്ലേ. അത് എനിക്ക് ഏതായാലും സന്യാസ ജീവിതമാണെന്നുള്ള ഉറപ്പാണ്. പിന്നെ ഞാൻ ആ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാന്നറിയത്തില്ല ഒരു ക്രൈസിസ്. അതായത് മിണ്ടാമഠത്തിൽ പോയാലോന്ന്. അതും ഒരു മഠം തന്നെ. അതെ, മിണ്ടാമഠ. അവിടെ പ്രാർത്ഥന മാത്രം. പിന്നെ അവസാനം അധികാരികൾ പറഞ്ഞപ്പം ഓടിച്ചു ഞങ്ങളെ. മിണ്ടുന്ന മഠം തന്നെ മതി. അങ്ങനെ അത് കൺവിൻസ്ഡായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം മെഡിസിന് കിട്ടിയത് കന്യാസ്ത്രീ ആയിക്കഴിഞ്ഞാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഡിസക്ഷൻ മേറ്റ്സൊക്കെ എപ്പോഴും ചോദിക്കും, സിസ്റ്റർ എന്തിനാ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, സിസ്റ്റർ വല്ല സാരിയൊക്കെ എടുത്തുകൊണ്ട് നടക്കാൻ മേലെ, ഇതുകൊണ്ട് എന്നാ കിട്ടാനാ സിസ്റ്ററിന്, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ ഇവരെന്നെ എന്നും ടീസ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങളെ പറയുന്നത് പോലെ അല്ല, എനിക്ക് ഞാൻ ഒരു നിധി കണ്ടെത്തിയിട്ടുണ്ട്, ആ നിധി എല്ലാമാണ് എനിക്ക് സന്തോഷം. ഞാൻ പറയുന്നില്ല വിവാഹ ജീവിതം മോശമെന്നും പറയും, പക്ഷേ എനിക്കിതാണ് സന്തോഷം എന്ന് പറഞ്ഞ് അവിടെ രക്ഷപ്പെട്ടു.
പിന്നെ ഈ അയർലൻഡിലൊക്കെ ആകുമ്പോൾ നല്ല വിശാലമായ ലോകമല്ലേ, ആരും അവിടെ കൺട്രോൾ ചെയ്യാനൊന്നുമില്ല. ഇപ്പം എല്ലാവരും പ്രലോഭിപ്പിക്കുകയാണെങ്കിൽ തന്നെ അതിൽ ആനന്ദമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടം എൻ്റെ സന്യാസ ജീവിതം, അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എൻ്റെ കൂടെ. അപ്പം ഞാൻ എപ്പോഴും കർത്താവിനോട് പറയും, നീ വലിയ സ്റ്റെഡ് ഫാസ്റ്റ് ലവറാണ്, നീ മാത്രമേ ഉള്ളൂ എൻ്റെ ലവറുള്ളൂ, സ്നേഹിതൻ, വിട്ടുമാറാത്ത സ്നേഹിതൻ. ഇത്രയും വർഷക്കാലം നീ എൻ്റെ ചെറുപ്പം തൊട്ട് ഇത്രയും വരെ ഞാൻ പുറകോട്ട് തിരിച്ചു നോക്കുമ്പം ഒരിക്കലും വിട്ടുമാറാത്ത സ്നേഹിതൻ നീ മാത്രം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും കർത്താവ് കൂടെയുള്ളതാണ് എനിക്ക് വലിയ ക്രൈസിസ് വന്നത്. എൻ്റെ പേര് ഡോക്ടർ കെ മാത്യു. ഞാൻ സിസ്റ്ററിനെ ഒരു 30 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പഠിക്കുന്നവർ മുതൽ എനിക്ക് സിസ്റ്ററിനെ അറിയാവുന്നതാണ്. ഞാനിവിടെ സിസ്റ്ററിന് മുമ്പായിട്ട് ഒരു 3 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ വർഷം അമേരിക്കയിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്ന് 1 വർഷമായിട്ട് വീണ്ടും സിസ്റ്ററിനും കൂടെ ജോയിൻ ചെയ്തു ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. സിസ്റ്ററിൻ്റെ ഊർജ്ജസ്വലതയും അർപ്പണ മനോഭാവവും സമചിത്തതയും എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സ്നേഹപൂർണ്ണമായ പെരുമാറ്റവും ഞങ്ങളിൽ വളരെ ഉത്സാഹം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ദിവസവും OP തുടങ്ങുന്നതിന് മുമ്പായി എല്ലാ ഡോക്ടേഴ്സും സിസ്റ്ററിൻ്റെ റൂമിൽ സമ്മേളിക്കുകയും ബൈബിൾ വായനയും അത് കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയും സിസ്റ്ററിൻ്റെ വക ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു പോകുന്നത്. ഡോക്ടർ സിസ്റ്റർ മാർസലസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലും മുന്നേറുവാനുള്ള കൃപ ലഭിക്കുന്ന ഉറവിടം സമൂഹത്തിന്റെ പ്രാർത്ഥന തന്നെയാണ്. ലിറ്റിൽ ഫ്ലവർ ഫെല്ലോഷിപ്പ് പ്രവർത്തകരുടെ കൂട്ടായ്മയും ദിവ്യകാരുണ്യത്തിനു മുമ്പിലുള്ള പ്രാർത്ഥനയും ഒട്ടേറെ ദൈവകൃപകൾ സ്വീകരിക്കുവാൻ ഇവർക്കിടയാക്കുന്നു. കൂടാതെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ശക്തമായ പിന്തുണയും ഇവിടെ ലഭിക്കുന്നു. പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഈ ഹോസ്പിറ്റലിൽ സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ടാണ് ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമായി ഇവിടെ മാറുന്നത്. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് ഫലം ചൂടുകയുള്ളൂവെന്ന സത്യം ഇവർ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന ന്യൂ ജനറേഷന് എന്ത് സന്ദേശമാണ് സിസ്റ്ററിന് കൊടുക്കാനുള്ളത്? കുടുംബത്തിലാണ് എപ്പോഴും ദൈവവിളി ഉണ്ടാകുന്നത്. കാരണം മാതാപിതാക്കൾ സ്നേഹമുള്ളവരാണെങ്കിൽ ആ കുഞ്ഞുങ്ങളും സ്നേഹമുള്ളവരാകും. അത് അവർക്ക് ദൈവാനുഭവത്തിന് കാരണമാകും. ദൈവവിശ്വാസത്തോടു കൂടി അവർ വളർന്നു വരാനായിട്ടുള്ള സാഹചര്യം കുടുംബങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ വിവാഹം ഒരു ദൈവവിളിയായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുവതലമുറയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഇന്നത്തെ തലമുറ, ആധുനിക തലമുറ ഈ ഹൈടെക്കിലേക്ക് മാത്രം ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഹൈടെക് ആകാമല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. നമുക്ക് ഹൈടെക് ആയിക്കൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ മനുഷ്യരുമാകാം. അതിൽ നിന്ന് വിശുദ്ധി നേടാം. നമ്മുടെ ഏത് പ്രൊഫഷനിൽ നിന്നും നമുക്ക് വിശുദ്ധി നേടാം. അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നില്ല. കുടുംബങ്ങളിലൊന്നും അതിനുള്ള സാഹചര്യങ്ങളില്ല, മാതൃകകളില്ല. അതാ ഈ പണത്തിൻ്റെ പുറമേയുള്ള നെട്ടോട്ടം ഉണ്ടല്ലോ, അതാണ് കുഞ്ഞുങ്ങൾക്കും കിട്ടുന്നത്. അത് വരുമ്പോൾ ഇവർ നല്ല പൈസ കിട്ടുന്ന ജോലി, എന്നാൽ കുറച്ച് അധ്വാനം കൂടുതൽ പൈസ, അങ്ങനെയുള്ള നെട്ടോട്ടത്തിൽ ഇവർ പെട്ടുപോവുകയാണ്. അതേസമയത്ത് ചെറുപ്പം മുതലേ അല്പം കഷ്ടപ്പെട്ട് വളർന്ന് വലുതായി വരുന്ന, അല്ലെ അതുപോലെ 2, 3 അല്ല 4-5 പിള്ളേരായിട്ട് അടിച്ചു കളിച്ച് വളരുന്ന കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ സന്യാസ സഭകളിലേക്കും നമ്മുടെ തിരുസഭയിലേക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും എൻകറേജ് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബങ്ങൾ വലിയ കുടുംബങ്ങളാകണം. അതുപോലെ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയുള്ള കുടുംബങ്ങളാകണം. നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസമുള്ള മാതാപിതാക്കളെ കൊണ്ട് നയിക്കപ്പെടണം. അപ്പോൾ യുവതലമുറയോട് എനിക്കിതാ പറയാനുള്ളത്, നിങ്ങൾ കല്യാണം കഴിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ വിശുദ്ധിയുള്ള ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി അവർ നേരത്തെ പ്രാർത്ഥന തുടങ്ങണം, ഒരുങ്ങണം. അതിലൂടെ നല്ല കുഞ്ഞുങ്ങളുണ്ടാകും, നല്ല ദൈവവിളികൾ ഉണ്ടാകും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കുടുംബത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ വല്യമ്മ
പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ആ അമ്മച്ചി ഒരു ദിവസം എൻ്റെ വന്നപ്പോൾ എൻ്റെ 7ാമത്തെ സഹോദരൻ ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ അവനോട് പറഞ്ഞു, അവന് ഒരു പുസ്തകമൊക്കെ ആയിട്ട് അമ്മച്ചി വന്നത്. എന്നിട്ട് ഇവൻ്റെ പേര് ഡൊമിനിക് എന്നാണ്. ഏത് പുസ്തകമാണ്? ഡൊമിനിക് സാവിയോയുടെ ഒരു ജീവചരിത്രം. ഇവൻ്റെ പേര് ഡൊമിനിക് എന്ന് പറഞ്ഞ് അമ്മച്ചി ഇവൻ്റെ തലേണ കിഴ വെച്ചു. എന്നിട്ട് പിന്നെ ഇവൻ എപ്പോഴും ഈ പുസ്തകമായിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് ഇവനെ കത്തനാരെന്ന് ഞങ്ങളെ വിളിക്കും, കളിയാക്കും. അപ്പൊ ഇവൻ കത്തനാരാകും. അങ്ങനെ ഒരു പ്രവചനം പോലെ ഇങ്ങനെ അമ്മച്ചിയുടേതായാണ് എല്ലാവരും അത് അങ്ങോട്ട് വിശ്വസിച്ച്. എന്നിട്ട് 7ാം ക്ലാസ് തൊട്ട് ഇവിടെ മരിയാഗിരി പീരുമേട്ടില് അവൻ ബോർഡിങ്ങിലായപ്പോൾ ഇളപ്പാനിക്കൽ അച്ഛനെ വലിയ ഇഷ്ടമാണ് അച്ഛനെ. അപ്പോൾ ഞങ്ങൾ ഓർത്തു തീർച്ചയായിട്ടും ഇവൻ അച്ഛനാകും എന്നൊക്കെ ഓർത്തപ്പോൾ പിന്നെ SSLC പാസ്സായി കഴിഞ്ഞിട്ടൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവൻ BCom പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഷിപ്പിലെ ടെസ്റ്റ് എഴുതി അവിടെ ക്യാപ്റ്റൻ സൈഡിൽ ജോലി തുടങ്ങി. അങ്ങനെ ക്യാപ്റ്റൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലാസ്റ്റ് പരീക്ഷ എഴുതാൻ അപ്പം 70,000 രൂപയൊക്കെ ശമ്പളമുണ്ട്. എഴുതാൻ ഈ പരീക്ഷ എഴുതാൻ വന്നപ്പോൾ പഠിച്ചു മടുത്തപ്പം ബോംബെയില്. എവിടെയാ പരീക്ഷ എഴുതാൻ പോയത്? ബോംബെയില്. അപ്പം ബോംബെയിലെ തെരുവുകളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കുഞ്ഞുങ്ങള് കൊച്ചു പിള്ളേരെ ഇങ്ങനെ അഴുക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഇവന് ഭയങ്കര അസ്വസ്ഥത. എന്നിട്ട് അവൻ തിരിച്ചു കയറി വന്ന് ബൈബിൾ എടുത്ത് വായിച്ചു. അന്നേരം പറഞ്ഞു, തുരുമ്പോ കീടങ്ങളോ നശിപ്പിക്കാത്ത സ്വർഗരാജ്യത്തിൽ നിക്ഷേപം സൂക്ഷിക്കുക, മത്തായി സുവിശേഷത്തിലെ 6-ാം അധ്യായം. അത് കണ്ടപ്പം തൊട്ടേ പുള്ളി വീണു. പിന്നെ അച്ഛനാണെന്നുള്ള ചിന്തയായി. അത് തിരിച്ച് വീട്ടിലേക്ക് അറിയിച്ചപ്പോൾ അവിടെ വലിയ വെടിയും പടക്കും. ക്യാപ്റ്റൻ ഒരച്ഛനാകാന്നൊക്കെ പറഞ്ഞാൽ അല്ല, രൂപ പാവങ്ങൾക്ക് നിനക്ക് സേവനം ചെയ്യണമെങ്കിൽ 1 രൂപ കൊടുത്താൽ മതി, അച്ഛനാകണ്ട എന്നൊക്കെയുള്ള വ്യംഗ്യതകളെല്ലാം. എന്നാണേലും അവസാനം അച്ഛനായി. വല്യമ്മച്ചിയുടെ പ്രവചനം സത്യമായി. വിശുദ്ധിയുള്ള സ്നേഹമുള്ള കുടുംബത്തിലേ ഉള്ളൂ ദൈവവിളികൾ മുളയ്ക്കുക. ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ച സിസ്റ്റർ മേരി മാഴ്സലസിന് എല്ലാ ശാലോം പ്രേക്ഷകരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട ഓരോ കുടുംബങ്ങളിലും സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ശാലോം പ്രേക്ഷകർക്കും നന്ദി.